ദൈവകരുണയുടെ മഹാത്ഭുതം. ലോക ചരിത്രത്തിൽ പല രാജാക്കന്മാരും അധികാരികളും ജനങ്ങളോട് പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അതെ, വിശ്വസിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവം ലോകത്തോട് ഒരു പ്രത്യേക ദിനത്തിൻ്റെ കാര്യം ആവശ്യപ്പെട്ടു. പാപത്തിൻ്റെ ഭാരത്താൽ തളർന്ന ഒരു തലമുറയ്ക്ക് മുൻപിൽ സ്വർഗം തുറന്നിട്ട ഏറ്റവും വലിയ വാതിൽ, ദൈവകരുണയുടെ തിരുനാൾ. അല്പം ചരിത്രം. 1931 പോളണ്ടിലെ പ്ലോക്ക് നഗരത്തിലെ തൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ കന്യാസ്ത്രീക്ക് മുമ്പിൽ ആകാശത്തോളം വലിയൊരു രഹസ്യം വെളിപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീന കൗൾസ്ക. അവൾക്ക് മുൻപിൽ മിശിഹ പ്രത്യക്ഷനായി. അവിടുത്തെ ഹൃദയത്തിൽ നിന്നും 2 കിരണങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. ഒന്ന് വെള്ള, മറ്റൊന്ന് ചുവപ്പ്. ആത്മാക്കളെ കഴുകി വെളുപ്പിക്കുന്ന ജലവും ജീവൻ നൽകുന്ന രക്തവും. ഈശോ അവളോട് പറഞ്ഞു, എൻ്റെ കാരുണ്യത്തിന്റെ ഈ ചിത്രം വരപ്പിക്കുക, ഇതിന് താഴെ എഴുതുക, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ദ പ്രോമിസ്, വാഗ്ദാനം. എന്താണ് ഈ തിരുനാളിന്റെ പ്രത്യേകത? ഈശോ നൽകിയ വാഗ്ദാനം കേൾക്കുക. പുതു ഞായറാഴ്ച, അതായത് പെസഹായ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഞായർ, എൻ്റെ കരുണയുടെ സമുദ്രം തുറക്കപ്പെടും. അന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ സകല പാപങ്ങളും ആ പാപങ്ങൾക്കുള്ള ശിക്ഷകളും ഞാൻ പൂർണ്ണമായി മാറ്റുകളയും. ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്ത പാപങ്ങൾ, അതിൻ്റെ ശിക്ഷകൾ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും. ഇത് കേവലം ഒരു പാപമോചനമല്ല, മറിച്ച് ആത്മാവിൻ്റെ ഒരു രണ്ടാം മാമോദിസയാണ്. സ്വർഗത്തിൻ്റെ കരുണ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ആ നിമിഷം. ചില നിബന്ധനകൾ ഈശോ പറയുന്നുണ്ട്. ഈ മഹാസമുദ്രത്തിൽ നിന്ന് കരുണ കോരിയെടുക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരു പാത്രം വേണം. ആ പാത്രത്തിന്റെ പേരാണ് ശരണം, ട്രസ്റ്റ്. ഈശോ ആവശ്യപ്പെടുന്നത് 3 കാര്യങ്ങൾ മാത്രം. 1, മനസ്താപത്തോടെയുള്ള നല്ല ഒരു കുമ്പസാരം. 2, ഭക്തിയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. 3, അവിടുത്തെ കരുണയിലുള്ള പരിപൂർണ വിശ്വാസം. നിങ്ങളുടെ പാപങ്ങൾ എത്ര വലുതാണെന്നല്ല സ്വർഗം നോക്കുന്നത്, അവിടുത്തെ കരുണ എത്ര ആഴമുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. പതറിപ്പോയവർക്കും വഴിതെറ്റിയവർക്കും വേണ്ടി ദൈവം ഒരുക്കിയ അവസാനത്തെ രക്ഷാകവചമാണിത്. എന്തിനാണ് നാം ദൈവകരുണയുടെ കൊന്ത ചൊല്ലുന്നത്? ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈശോ പറഞ്ഞു, ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആത്മാക്കളെ എൻ്റെ കരുണ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും ഒതുഞ്ഞു പിടിക്കും. കഠിന ഹൃദയരായ പാപികൾ പോലും ഈ കൊന്ത ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ അവിടുത്തെ കരുണയ്ക്ക് അവർ അർഹരാകും. മരണാസന്നരായവർക്ക് വേണ്ടി ഈ കൊന്ത ചൊല്ലുമ്പോൾ നീതിപാലകനായ ദൈവമായല്ല, മറിച്ച് കാരുണ്യവാനായ രക്ഷകനായാണ് ഈശോ അവർക്ക് മുൻപിൽ നിൽക്കുന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി പിതാവായ ദൈവത്തിന് നാം സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലിയാണിത്. ഓരോ കരുണയുടെ കൊന്തയും ദൈവകോപത്തെ ശാന്തമാക്കുകയും ഭൂമിയിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഈ വരാനിരിക്കുന്ന ഞായറാഴ്ച വെറുമൊരു ദിവസമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിയെഴുതാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. ആ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. കടന്നു ചെല്ലുക അവിടുത്തെ സ്നേഹത്തിലേക്ക്. ഭയപ്പെടേണ്ട, അവിടുന്ന് നിങ്ങളെ കാത്തിരിക്കുന്നു. നമുക്ക് ഒരേ സ്വരത്തിൽ ചൊല്ലാം, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ദൈവത്തിൻ്റെ കരുണ നമ്മെ അനുധാവനം ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.